ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ, നമ്മുടെ ചാണ്ടിയാണ്. അവൻ്റെ കുർബാന സ്വീകരണമായിരുന്നു ഇന്ന് ചങ്ങനാശ്ശേരി പള്ളിയിൽ വെച്ചായിരുന്നേ. അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി മാത്രമുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷൻ. ഈ പിള്ളേരൊക്കെ വെള്ള ഉടുപ്പൊക്കെ ഇട്ടോട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന മഞ്ഞ സാരി, ഈ മസ്റ്റർഡ് യെല്ലോ കളർ സാരി ഞാൻ പരാഗിയിൽ നിന്ന് മുറിച്ച് മേടിച്ചതാണ്. സാരിയല്ല, മെറ്റീരിയൽ മുറിച്ച് മേടിച്ചതാണ്. ആദ്യമായി ഉടുത്തപ്പോൾ ഒരു ഭംഗിയും തോന്നിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഉടുത്ത് നോക്കാമെന്ന് കരുതിയപ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു ഭംഗി തോന്നി. പിന്നെ കുഞ്ഞൊരു ഫംഗ്ഷൻ അല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ആ സാരി മതി എന്ന് വിചാരിച്ചു. അതിനൊരു വേറെ ഒരു റാണി പിങ്ക് കളർ ബ്ലൗസും തയ്പ്പിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയൊരു ദിവസമായിരുന്നു, ഞങ്ങളുടെ ഫാമിലി മാത്രം കൂടിയൊരു ദിവസം. അപ്പം അതെൻ്റെ അനിയത്തിയാണേ മഞ്ജു, അവളുടെ ഏറ്റവും ഇളയതാണ്, മൂന്നാമത്തേതാണ് വർക്കി കയ്യിലിരിക്കുന്നത്. അവന് പൊറോട്ട കിട്ടിയില്ലെന്നും പറഞ്ഞിട്ടാണ് ഈ കരയുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയ ഒരു ദിവസമായിരുന്നു. ഒരുപാട് ദിവസമായി ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ പള്ളി, ചങ്ങനാശ്ശേരി പള്ളി. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടുന്നത് ഇങ്ങനെ ഒരുപാട് എപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നൊരു കാര്യമല്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് കുറേ നേരം വർത്താനമെല്ലാം പറഞ്ഞു. പിന്നെ കുർബാന സ്വീകരിക്കുന്ന പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ബോക്സിലാക്കി കേക്കും പിന്നെ പഞ്ചസാരയും തേങ്ങയൊക്കെ വെച്ച ഉണ്ടയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അവൻ എല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു. അപ്പോൾ അപ്പൂൻ്റെ മുഖത്ത് കഴിഞ്ഞ ദിവസം വീണിട്ട് 3 സ്റ്റിച്ചിട്ടതാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വർത്താനമെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ റെഡിയായിട്ടൊക്കെ നിൽക്കുവാണേ. അപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണം, അച്ഛന് ഫോട്ടോ എടുക്കണം. അപ്പോൾ അവരെല്ലാം കൂടെ പോയി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അർക്കാലിയയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നു ഞാനൊരു ബീഫ് ബിരിയാണിയും അമ്മയും അച്ഛനും ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. റോയ്സൻ ചോറാണ് പറഞ്ഞത്, ഊണ് പറഞ്ഞു. പിന്നെ മഞ്ജു ഊണ് പറഞ്ഞു. പിള്ളേർ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് മീൽസ് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ബീഫ് ബിരിയാണി അത്ര പോരായിരുന്നു. ബീഫിനൊരു സുഖവും ഇല്ലായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ എന്തായാലും മേടിച്ചതിനെ ഓർത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരും അവൻ്റെ ആ ക്രൗണും ആ ക്യാൻഡിലും ഒക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മ വരെ ഫോട്ടോ എടുത്തു, കാരണം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അച്ഛൻ പൊടിമീനൊക്കെ കൂട്ടി ആ ബിരിയാണി കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള പൊടിമീനായിരുന്നു. ഊണ് നല്ലതായിരുന്നു അവിടുത്തെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ ഊണൊക്കെ കഴിച്ച് സമാധാനത്തിലിറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വർക്കിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലായിരുന്നു. പിന്നെ അവന് ഐസ്ക്രീമും കൂടെ മേടിച്ച് കൊടുത്തു. വയറ് നിറച്ച് ബിരിയാണി കഴിച്ചതല്ലേ, ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവന് ബഹളമായി. പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. അവനതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പുറത്തിറങ്ങി നിന്ന് യാത്ര പറച്ചിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറാകുമ്പോഴത്തേക്കിനും യാത്ര പറയണ്ടേ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ അപ്പം മഞ്ജു എന്നോട് പറഞ്ഞു, എടി ഞാനും കൂടി വന്നിട്ടല്ലേ ഈ സാരി എടുത്തത്, അന്നിപ്പോൾ അന്ന് കണ്ടപ്പോൾ അത്രയും തോന്നിയില്ല ഭംഗി, ഇന്ന് ഉടുത്തപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും അവർ തിരുവല്ലയിലേക്കും ഇറങ്ങി. അപ്പം എപ്പോൾ പോയാലും ഇങ്ങനൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ പതിവുള്ളതാണ്, അല്ലാതെ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടല്ല. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. അങ്ങനെ അവരവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോയി. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.